അങ്ങ് തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ ബി നിലവറ ഉള്ളതുപോലെ തന്നെ കൊല്ലത്തുമുണ്ടൊരു ബി നിലവറ. എന്നാൽ ഇത് സ്വർണ്ണത്തിൻ്റെ നിലവറയല്ല, ഫുഡുകളുടെ നിലവറയാണ്. കൊല്ലത്ത് ആംബിയൻസിൻ്റെ കാര്യത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് സ്പോട്ടാണ് ബി നിലവറ. ഫുഡിൻ്റെ കാര്യത്തിലും അങ്ങനെയാണോ നമുക്കൊന്ന് നോക്കിയാലോ? വളരെ മനോഹരമായി ട്രഡീഷണൽ ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ സ്പേസിൻ്റെ കാര്യത്തിൽ കുറച്ച് പരിമിതികളുണ്ട്. കുറച്ച് ആളുകൾ കൂടുതൽ വന്നാൽ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് കുറവാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഐക്കോണിക് ഐറ്റം എന്ന് പറയുന്ന കൊത്തു പൊറോട്ടയും ബൺ പൊറോട്ടയും അതുപോലെ തന്നെ ബീഫ് റോസ്റ്റുമാണ്. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തത് ഇവരുടെ ബൺ പൊറോട്ടയാണ്. ബൺ പൊറോട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരുന്നു, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ് ഇവരുടെ ബീഫ് റോസ്റ്റ്. നെയ്യിൻ്റെ ടേസ്റ്റ് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ കൊല്ലത്ത് കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഞാനൊരു ആരാധകനായി മാറിയ ഒരു ഐറ്റമാണ് ഇവരുടെ ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റിന് വരുന്നത് 220 രൂപയും ബൺ പൊറോട്ടയ്ക്ക് വരുന്നത് 30 രൂപയുമാണ്. എങ്കിലും വളരെ രുചികരമായി തോന്നിയതുകൊണ്ട് തന്നെ എനിക്കത് വർത്തായിട്ട് തോന്നി. ആ ബീഫ് റോസ്റ്റിന് കണ്ണുപെടാതിരിക്കാൻ വേണ്ടിയായിരിക്കും അവർ 2 ഗ്രേവികൾ കൊണ്ടു തന്നിരുന്നു. മസാലയുടെ രുചി കാരണം അതിലൊന്ന് തൊട്ട് കഴിക്കാൻ പോലും തോന്നാത്ത അത്രയും മോശമായിരുന്നു. രണ്ടാമതായി നോക്കിയത് അവരുടെ കൊത്തു പൊറോട്ടയാണ്. ഞാൻ കോംപ്ലിമെൻ്റായി ബൺ പൊറോട്ടയുടെ കൂടെ തന്ന ആ സെയിം ഗ്രേവി തന്നെയായിരുന്നു ഇതിൽ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മസാലയുടെ ചെവ കാരണം ഇതും നമുക്ക് വലിയ രുചിയും കാര്യങ്ങളൊന്നും തോന്നിയില്ല. 220 രൂപ ഈടാക്കുന്ന ആ കൊത്തു പൊറോട്ട ആ കോംപ്ലിമെൻ്ററി ഗ്രേവി ഒഴിച്ച് നശിപ്പിക്കാതെ കുറച്ചുകൂടി മനോഹരമാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കുറ്റം ഇവിടെ വരില്ലായിരുന്നു. ഇതേപോലെ അടിപൊളി ഐറ്റമാണ് ഇവരുടെ ഫിൽറ്റർ കോഫി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം കൃത്യം മധുരവും അതുപോലെ തന്നെ കൃത്യമായുള്ള കടുപ്പവും എല്ലാം ഇവരതിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. മിക്കയിടത്തും ഫിൽറ്റർ കോഫി കിട്ടുമ്പോൾ അതിന് ഒന്നുകിൽ മധുരം കൂടുതലോ അല്ലെങ്കിൽ കടുപ്പത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ കുറവ് കാണും. സ്പോട്ട് വരുന്നത് കൊല്ലം ആശ്രാമം മൈതാനത്തിൻ്റെ തൊട്ടടുത്തായി തന്നെയാണ്.